ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള പള്ളിച്ചലിനടുത്തുള്ള പോപ്പുലർ ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാം ഹൗസ് ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പുതുതല്ല, കുറച്ച് നാളായി. റീൽസിലൊക്കെ നമ്മൾ ഒരുപാട് നാളായിട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. ഒരു സമയം കിട്ടിയില്ല. വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വരുന്നതൊക്കെ. അതുകൊണ്ട് അതിൻ്റേതായ ഒരു സമയം ഉണ്ടായില്ല. ഇന്നിപ്പോൾ നമ്മൾ സൗകര്യപ്രദമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പള്ളിച്ചൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. അപ്പോൾ പാർക്കിങ്ങിന് സൗകര്യം വളരെ കുറവാണ്. റോഡിലാണ് വണ്ടിയൊക്കെ ഇടേണ്ടത്. നമുക്ക് അകത്തേക്ക് കയറി ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ നിന്ന് കാണാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് പള്ളിച്ചലുള്ള ഫാം ഹൗസിൻ്റെ അകത്താണ് നമ്മളുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഈ ഗ്രില്ല് ചെയ്തിരിക്കുന്ന ആ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതിൽ 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടിക്കറ്റ് എടുത്ത് ആദ്യം കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു ഒട്ടകത്തിനെയും ഒട്ടകപ്പക്ഷിയെയും ഒരു കൂട്ടിലിട്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ഫാം ഹൗസുകളിൽ മാത്രമാണ് ഈ ഒട്ടകത്തിനെ നമുക്ക് കണ്ടുവരുന്നത്. ഈ ഒട്ടകപ്പക്ഷിയൊക്കെ നമ്മുടെ മ്യൂസിയത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന് ഏറ്റവും അടുത്ത് മ്യൂസിയത്തിൽ നമ്മൾ കാണുന്നതിനേക്കാളും തൊട്ടടുത്ത് തന്നെ ഈ ഒട്ടകപ്പക്ഷിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഫാമിൽ അവർ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള വലിയ വലിയ മീനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. എല്ലാ മൃഗങ്ങളെയും നമുക്ക് തൊട്ട് നോക്കാനും നമ്മുടെ തൊട്ടടുത്ത് ചെന്ന് കാണാനുള്ള അവസരം എല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ ടിക്കറ്റ് എടുത്തതിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ 2 വലിയ സൈസിലുള്ള 2 പട്ടികൾ ഈ കോമ്പൗണ്ടിനകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. കെട്ടിയിട്ടിട്ടൊന്നുമില്ല. അവരുടെ സൈസ് കാണുമ്പോൾ പക്ഷേ നമുക്ക് പേടിയാവുമെങ്കിലും ഒരു പ്രശ്നമില്ല. അവർ നല്ലപോലെ ഇണങ്ങിയ 2 പേരാണ്. ഒരു ശല്യമില്ലാത്ത 2 പേരാണ് അവർ. പക്ഷികളും മൃഗങ്ങളും മാത്രമല്ല ഈ ഫാം ഹൗസിലുള്ളത്, പാമ്പുകളുമുണ്ട്. പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന പാമ്പുകളാണ്. അതായത് വിഷമില്ലാത്ത പല ടൈപ്പിലുള്ള പാമ്പുകളാണുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു എലിയെ കണ്ടപ്പോഴത്തേനും മുയലെന്ന് പറഞ്ഞിട്ട് കേശ് മുയലിൻ്റെ പാട്ടൊക്കെ പാടുകയാണ്. ഈ പോപ്പുലർ ഫാം ഹൗസിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ ഈ ഫാൻസി കോഴികൾ, ആട്, കുതിര, പിന്നെ അതുപോലെ തന്നെ പട്ടി, മത്സ്യങ്ങൾ, പിന്നെ പാമ്പ്, ഇവയൊക്കെ പ്രദർശനത്തിന് മാത്രമല്ല, ഇവർ സെയിലിനുമുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമുണ്ട് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ മൃഗങ്ങളെയും, അതായത് മൃഗമായാലും പക്ഷിയായാലും പട്ടിയായാലും പാമ്പായാലും എല്ലാത്തിനെയും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തൊട്ട് നോക്കാനും അടുത്ത് ചെല്ലാനും ഒരു പ്രശ്നമില്ല. ഒന്നും അക്രമകാരികളായിട്ടുള്ള ഒരു സംഭവമില്ല. ആകെ 2 വലിയ പട്ടികളുള്ളത് പോലും മനുഷ്യനുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങിയിട്ടുള്ള പട്ടികളാണ് ഇവിടെ. വേണോ? ക്യാഷ് വേണോ?
ഞാനിവിടെ പോയ സമയം എന്ന് പറയുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു അവധി ആ ടൈമിലാണ് പോയത്. അതുകൊണ്ടാണ് പുൽക്കൂടും സംഭവമൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാം ലൈവായിട്ടുള്ള മൃഗങ്ങളാണ്. പുൽക്കൂട്ടിൽ ആടുണ്ട്, ഒട്ടകമുണ്ട്, എല്ലാം ലൈവായിട്ട്, കഴുതയുണ്ട്, എല്ലാം ലൈവായിട്ടുള്ള മൃഗങ്ങളാണ്. നമ്മളെല്ലാ പുൽക്കൂട്ടിലും പ്രതിമകളൊക്കെ വെച്ചേക്കുന്നതിൽ കണ്ടുള്ളൂ. ഇവിടെ ലൈവായിട്ടുള്ള പുൽക്കൂട്ടാണുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന നോർമലി ഒരു ഫെസ്റ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഫാം ഹൗസിൻ്റെ ഒരു ഷോപ്പോ എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഒരു പാമ്പിനെയോ ഒരു ഇഗ്വാനയോ അല്ലെങ്കിൽ ഒരു പക്ഷിയോ വെച്ച് നമ്മുടെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും എടുക്കുന്നതിന് ഓരോന്നിനും സെപ്പറേറ്റ് ചാർജാണ്. ഒരു പാമ്പിനെ എടുക്കുന്നതിന് സെപ്പറേറ്റ് ചാർജ്, പക്ഷിയെ എടുത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് സെപ്പറേറ്റ് ചാർജ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഒരു 100 രൂപ, നമ്മുടെ എൻട്രി ഫീസായ 100 രൂപ കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് വേണോ, ഏത് പക്ഷിയോ ഇഗ്വാനയോ പട്ടിയെ പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനോ എന്ത് വേണോ ചെയ്യാം. ഒരു പ്രശ്നമില്ല. വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നതിന് സെപ്പറേറ്റ് ചാർജ് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 100 രൂപ കൊണ്ട് 100 രൂപയ്ക്ക് എന്തുകൊണ്ടും മുതലാവുന്ന ഒരു കാണാൻ പറ്റുന്ന ഇതുപോലുള്ള മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നവർക്ക് എന്തുകൊണ്ടും മുതലാവുന്ന ഒരു ഫാം ഹൗസാണിത്. ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊന്നുമില്ല. നോർമൽ ഫീഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ കേജിൻ്റെ അകത്ത് എപ്പോഴും ചെറിയൊരു ബൗളിൽ വെള്ളം വെക്കണം. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഇട്ടിരിക്കുന്നതാണ്. ടെമ്പറേച്ചർ അതിന് വേണ്ട. അത് മെയിനായിട്ട് ഈ കോൾഡ് ബ്ലഡ് ആണ്. ആഴ്ചയിൽ ഒരു ദിവസം ചെറിയ ലൈറ്റ് ലൂക്കോം വാട്ടർ. ആ സാധനം ഇന്ത്യയിൽ 3 ഉള്ളൂ. കൂടുന്നത് ഇവിടം വരെ വന്നിട്ട് നമ്മുടെ പാമ്പിനെ നമ്മൾ എടുത്ത് ഫോട്ടോ എടുക്കാതെ എങ്ങനെയാണ് പോകുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ ഫുള്ള് ചുറ്റിക്കറങ്ങിയ ശേഷം, ഫുള്ളെന്ന് വെച്ചാൽ ഒരുപാട് ചുറ്റിക്കറങ്ങാനല്ല, ജസ്റ്റ് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും പാമ്പിട്ടിരിക്കുന്ന ആ റൂമിനകത്ത് വന്നിട്ട് നമ്മുടെ പാമ്പിനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുക. പാമ്പിനെ നിങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ സ്കിന്ന് തന്നെ എങ്ങനെയാണെന്ന് അറിയാം. ഒരു സോഫ്റ്റ് പോലെ, റബ്ബർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മുടെ കയ്യിൽ കൂടെ ഇങ്ങനെ എഴയുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ് റബ്ബർ നമ്മുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ നിരക്കിയ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. അതവിടെ കിടന്നു. ഈ ഫാം ഹൗസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ലവ് ബേഡ്സ്, ആഫ്രിക്കൻ ലവ് ബേഡ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പക്ഷികളെ ഇട്ടിരിക്കുന്ന ഒരു വലിയ കേജാണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കയറി പോകാം. നമ്മൾ അതിനകത്ത് നമ്മുടെ കയ്യിൽ തീറ്റ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പറന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കും. നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെയുള്ള കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ അടുത്ത് കടന്നു പോകുന്നത് ഇപ്പോൾ. രാത്രിയായപ്പോഴത്തേന് ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. പുൽക്കൂടും സെറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴേക്കും പിന്നെ ഈ സ്റ്റാറും പുൽക്കൂടും ഒന്നും ഉണ്ടായിരിക്കില്ല. എന്തായാലും ഉറപ്പായിട്ടും മൃഗങ്ങളെയും പക്ഷികളെയും സ്നേഹിക്കുന്ന ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫാം ഹൗസാണ്. 100 രൂപയ്ക്ക് എന്തുകൊണ്ടും നമുക്ക് ഉപയോഗം വരുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബാലരാമപുരം പള്ളിച്ചലിൽ ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ്.
പോപ്പുലർ ഫാം ഹൗസിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ.